ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പൂരപ്പറമ്പിലാണ്. ഇത് ഏതായിരിക്കും സ്ഥലം? എനിക്ക് 10 വർഷത്തിന് ശേഷം ഇത്തവണയാണ് ഇവിടെ ഗംഭീരമായ വെടിക്കെട്ടുണ്ടായത്. ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഈ പൂരങ്ങളുമായി വലിയ നൊസ്റ്റാൾജിയ ഒന്നും ഇല്ല കേട്ടോ. എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ അങ്ങനെ പൂരങ്ങൾ കാണാനായിട്ട് അത്രയ്ക്ക് പോയിട്ടില്ല. പിന്നെ ഇച്ചിരി വലുതായതിനു ശേഷം ഞാൻ ഇതിനൊക്കെ പോയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വെടിക്കെട്ടൊക്കെ എന്റെ വീടിന്റെ മേലെ നിന്നാ കാണാറ്. പണ്ടൊക്കെ ഈ പൂരത്തിന്റെ വെടിക്കെട്ട് സമയമാകുമ്പോ ഉണ്ടല്ലോ, ബസ്സിലൊക്കെ നിറച്ച ആളുകളായിരിക്കും. ഒരു സൂചി കുത്താനുള്ള സ്ഥലം വരെ ഉണ്ടാവില്ല. പിന്നെയാണെങ്കിൽ ഫുൾ ബൈക്കുകളായിരിക്കും. അത് കാണാൻ വന്നിരിക്കല് വേണമെങ്കിൽ ഒരു നൊസ്റ്റാൾജിയാണെന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ എവിടെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോ? വി ആർ അറ്റ് കുറ്റിയങ്കാവ്. നമ്മുടെ തൃശ്ശൂർ മിനാരൂരാണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. പിന്നെ ഇവിടുത്തെ വെടിക്കെട്ട് അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു വെടിക്കെട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ അത്ര വെടിക്കെട്ടിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമല്ല. പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ പറയും, നമ്മുടെ ഇൻട്രസ്റ്റിന് നേരെ വിപരീതമായിരിക്കും നമ്മുടെ പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് എന്ന്. അതേപോലെ തന്നെ എഡ്വിന് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. പൂരം, വെടിക്കെട്ട്, അതൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ എഡ്വിന്റെ അപ്പച്ചൻ കുഞ്ഞിലേ മുതല് അവരെ എല്ലാ പൂരങ്ങൾക്കും വെടിക്കെട്ടിനൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പൊ പിന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വരാതിരിക്കും. പക്ഷെ ഡാനിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെടിക്കെട്ട് തുടങ്ങിയ അവനത് കാണണ്ട. അവൻ ജസ്റ്റ് എന്റെ തോളത്ത് കിടക്കും. പക്ഷെ കരയൊന്നും ഇല്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.